ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൊറിയൻ സ്റ്റൈലിൽ ചില്ലി ഗാർലിക് പൊട്ടറ്റോ ബൈറ്റ്സ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 400 ഗ്രാം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം എല്ലാം ഒരേ സൈസിൽ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. ഒത്തിരി വലിപ്പത്തിൽ അരിയേണ്ട, ഒന്ന് ചെറുതായിട്ടൊരു മീഡിയം സൈസിൽ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. എല്ലാം പക്ഷേങ്കിൽ ഒരേ സൈസിലായിരിക്കണം. അപ്പം എല്ലാം നമുക്ക് ഒരുപോലെ വെന്തെടുക്കാൻ എങ്കിലേ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് കുക്കറിലിട്ട് വേവിക്കാൻ പാടില്ല. കുക്കറിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് വെന്ത് പോകും. ചില ഉരുളക്കിഴങ്ങുകളിനകത്തൊക്കെ ഒത്തിരി വെള്ളമുള്ള ഉരുളക്കിഴങ്ങുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ വേവ് എങ്ങനെയായിരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ പരുവത്തിൽ നമുക്ക് വേവിച്ചെടുക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ പാത്രത്തിലിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. കാണും നമ്മുടെ ഫോർക്ക് കണ്ടോ ഇങ്ങനെ കുത്തുമ്പോഴത്തേനും വെളിയിലേക്ക് അതിൻ്റെ ഫോർക്ക് നമുക്ക് ഇറങ്ങി വരുന്നില്ല. അതിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരാൻ പാടില്ല. ആ പരുവാകുമ്പോൾ നമ്മളിത് വേവ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു അരിപ്പയിലേക്ക് നമുക്ക് മാറ്റിക്കൊടുത്ത് തവയുടെ പുറകുവശം വെച്ച് നമുക്കതൊന്ന് ഉടച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഉരുളക്കിഴങ്ങും മുഴുവൻ നമുക്ക് നന്നായിട്ട് ഒരു ശകലം പോലും കട്ടയില്ലാതെ നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കണ്ടോ. ഇപ്പം ഞാനിതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 400 ഗ്രാം ഉരുളക്കിഴങ്ങിന് ഒരു 1.25 കപ്പ് കോൺഫ്ലോറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 1.25 കപ്പ് കോൺഫ്ലോർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഉപ്പൊന്നും ഞാൻ ചേർത്തിട്ടില്ല, ഒന്നും ചേർക്കാതെയാണ് ഇപ്പോൾ ഇത് നമ്മളൊന്ന് കുഴച്ചിട്ട് നമുക്കിതൊരു ഒരു മാവ് കുഴച്ചെടുക്കുന്നത് പോലെ നമുക്കിത് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഇത് കുഴച്ചെടുക്കണം. ഒത്തിരി നമ്മൾ വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കരുത്. കുറേശ്ശെയായി ആവശ്യത്തിനുള്ള വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചില ഉരുളക്കിഴങ്ങുകളിൽ വെള്ളം കൂടുതലുള്ള ഉരുളക്കിഴങ്ങുണ്ട്, ചിലതിനകത്ത് വെള്ളം പൊടിയായിട്ടുള്ള ഉരുളക്കിഴങ്ങുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഉരുളക്കിഴങ്ങിനകത്ത് വെള്ളത്തിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. എന്തുമാത്രം ഇത് കുഴഞ്ഞൊരു മാവായി വരാനായിട്ട് എന്തുമാത്രം വെള്ളം വേണ്ടി വരുമോ അത്രയും വെള്ളം നമ്മൾ യൂസ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിന് ചെറിയ ഉരുളകളായിട്ട് കയ്യിൽ നമ്മളൊന്ന് എണ്ണ കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒരു കുപ്പി, ഏതെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും ഗ്ലാസിൻ്റെ ബോട്ടിലായാലും കുഴപ്പമില്ല, എണ്ണയ്ക്കകത്തിട്ടൊന്നിൻ്റെ അതിൻ്റെ ആ വാവശം ഒന്ന് മുക്കി കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്കിതിനൊന്ന് ഷേപ്പാക്കി കൊടുക്കണം. ഓരോ ഉരുളകൾ എടുക്കുമ്പോഴും നമ്മൾ ഓരോ ബോൾസ് എടുക്കുമ്പോഴും നമ്മൾ കൈ ഗ്രീസ് ചെയ്യണം, എണ്ണ കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്യണം. പിന്നെ അതിൻ്റെ ബോട്ടിൻ്റെ വശവും നമുക്ക് അതുപോലെ ഒന്ന് എണ്ണയും മുക്കിയിട്ട് വേണം നമുക്കിതുപോലെ ഷേപ്പാക്കി കൊടുക്കാനായിട്ട്. നമുക്ക് എളുപ്പം തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എണ്ണ തൂത്ത് കൊടുത്തില്ലെങ്കിൽ, കയ്യിൽ എണ്ണ തേച്ചില്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. അതുപോലെ നിങ്ങൾക്കിത് തണുത്ത് പോകുന്നെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മൈക്രോവേവിലുണ്ടെങ്കിൽ മൈക്രോവേവിൽ വെച്ച് ഇതൊരു 30 സെക്കൻഡ് വെച്ച് ഒന്നുകൊണ്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. ഇത് നമുക്കിടയ്ക്ക് ക്രാക്ക് വീഴുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി ചൂടാക്കിയിട്ട് വേണം നമ്മൾ വീണ്ടും ഇത് നമുക്കിതുപോലെ ഉരുളകൾ പിടിക്കാനായിട്ട്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ എല്ലാം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമ്മളുടെ ഈ പൊട്ടറ്റോ ബൈറ്റ്സ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കണം. നന്നായിട്ട് തിളയ്ക്കണം, തിളയ്ക്കണം. കണ്ടോ, ഇതുപോലെ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. വലിയ പാത്രം വയ്ക്കണം, വലിയൊരു പാത്രം തന്നെ വയ്ക്കണം. ചെറിയ പാത്രത്തിനകത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് വെന്ത് കഴിയുമ്പോൾ ഇത് ചുള്ളിൻ സൈസിൽ വലുപ്പത്തിൽ വരും. അതുകൊണ്ട് നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് വേണം നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ചെറുതായിട്ട് തവിയുടെ ബാക്ക് സൈഡ് വെച്ച് നമുക്കിതുപോലെ ഒന്ന് പതുക്കി ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇതിപ്പം വെന്ത് കഴിയുമ്പോഴത്തേനും നമുക്കിത് മേളിലേക്ക് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും. നമുക്കിത് വെന്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ എല്ലാം നമ്മുടെ ബൈറ്റ്സൊക്കെ മേളിൽ വന്ന് ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിനെ കോരി മാറ്റണം. ഇത് നമുക്ക് കോരി ഐസ് വാട്ടറിലേക്ക് വേണം നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. നല്ല ചില്ല് വാട്ടർ വേണം. ഐസ് നമുക്ക് ഫ്രീസറിലുണ്ടെങ്കിൽ ഐസ് വാട്ടർ തന്നെ നമ്മളിതിന് യൂസ് ചെയ്യണം. നന്നായിട്ട് നല്ല ചില്ലായിട്ടുള്ള വെള്ളത്തിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം.
ഇതുണ്ട് നമ്മുടെ ബൈറ്റ്സൊക്കെ ഇപ്പം തണുത്തിട്ടുണ്ട്. തണുത്തും നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ ഇതെല്ലാം തണുത്ത് കഴിയുമ്പോൾ പാത്രത്തിൻ്റെ ഏറ്റവും അടിയിലേക്ക് എല്ലാം പോയി താണു കിടക്കും. അപ്പോൾ ഇത് നമുക്ക് തണുത്തു എന്ന് നന്നായിട്ട് തണുത്തു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് കോരി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചില്ലി ഗാർലിക് സോസാണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോയ സോസ്, അതുപോലെ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ട് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പാർട്ട് വേണം എടുക്കാൻ, വൈറ്റ് പാർട്ട് നമുക്ക് വേണ്ട. ഗ്രീൻ പാർട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഒരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ടുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെളുത്തുള്ളിയുടെ കളർ നമുക്ക് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് എണ്ണയിലിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയുടെ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലതായിട്ട് ചൂടായി കിട്ടും. എന്നിട്ട് നമ്മൾ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ മസാലയിലേക്ക് നമുക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഗാർലിക് ഓയിൽ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ മുളകൊക്കെ നല്ലതായിട്ടൊന്ന് നമുക്കൊന്ന് ചൂടാക്കി കിട്ടും. എന്നിട്ട് നമ്മളുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ബൈറ്റ്സിലേക്ക് ഈ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് സീസണിങ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എല്ലാവർക്കും ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ഓക്കെ, ബൈ.